പ്രഥം NGO എല്ലാ വർഷവും പുറത്തുവിടാറുള്ള എയ്സർ റിപ്പോർട്ട് ആനുവൽ സ്റ്റാറ്റസ് ഓഫ് എഡ്യൂക്കേഷൻ റിപ്പോർട്ടിന്റെ 2024 സർവേ റിപ്പോർട്ട് അവൈലബിൾ ആണ്. നമ്മുടെ പാരന്റ്സും രക്ഷിതാക്കളും ടീച്ചേഴ്സും ഒക്കെ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ചർച്ച. എല്ലാവരെയും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദ ഹിന്ദു ന്യൂസ് പേപ്പറിന്റെ ചർച്ചാ വിഷയം, മെയിൻ ഹെഡ്ലൈൻ ആയിട്ടുള്ള ന്യൂസിന്റെ ദ എയ്സർ 2024 സ്റ്റുഡൻസ് ഇൻ സ്റ്റേറ്റ് ഫാൾട്ടർ ഓൺ അരിഥമെറ്റിക് സ്കിൽസ് എന്നുള്ളതാണ്. എല്ലാ റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്ന പോലെ തന്നെ അരിഥമെറ്റിക് സ്കില്ലിൽ നമ്മുടെ കേരളം വീണ്ടും പിറകിലേട്ട് തന്നെയാണ് എന്നുള്ളതാണ് എയ്സർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ കേരളത്തിൽ നോക്കുമ്പോൾ കണക്കിൽ നമ്മൾ എന്താണ് എല്ലാ റിപ്പോർട്ട് പ്രകാരവും നമ്മൾ പിറകിലേക്ക് തന്നെയാണ്. ഇപ്പം ഈ ഹിന്ദു റിപ്പോർട്ട് അതൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ്. ഇപ്പോൾ എയ്സർ റിപ്പോർട്ട് അതല്ലാത്ത അതിന് മുമ്പ് വന്ന ഒരുപാട് റിപ്പോർട്ടുകൾ എന്തായിരുന്നു, നമ്മൾ കണക്കിലെപ്പോഴും പിറകോട്ടാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു എയ്സർ റിപ്പോർട്ട് പ്രകാരമുള്ള ഒരു ഇത് വായിക്കാം. സബ്സ്ട്രാക്ഷൻ്റെ ഒരു ഡാറ്റ ആണ്, അതായത് 3ാം ക്ലാസ്സിലെ കുട്ടികൾ വെച്ച് നടത്തിയ ഡാറ്റ ആണ്. ഈ എയ്സർ റിപ്പോർട്ട് എന്നുള്ളത് ആക്ച്വലി ലൈവായിട്ട് ഒരു സെറ്റ് ഓഫ് സ്റ്റുഡൻസിനെ വെച്ചുകൊണ്ട് നടത്തുന്ന സർവേ ആണ്. അതായത് അവർ സ്കൂളിൽ പോയിട്ട് നടത്തുന്ന സർവേ ആണ്. അപ്പോൾ അതിൽ 10 വർഷത്തെ ഡാറ്റ ആണ് അതിൽ. അപ്പം 2014 36% ഉണ്ടായിട്ടുള്ളത് ഇപ്പം 2024 26.9 ഓക്കെ. അപ്പോൾ ഒരു ഡിപ്പ് നോക്കുക നിങ്ങൾ. അതുപോലെ അത് 3ാം ക്ലാസ്സിൻ്റെ കാര്യമാണ്. ഇപ്പോൾ 5ാം ക്ലാസ്സും 8ാം ക്ലാസ്സും നമ്മൾ ഡിവിഷൻ എടുക്കുകയാണെങ്കിൽ അപ്പം നല്ലൊരു ഡിപ്പ് കാണാം. അപ്പോൾ ഉദാഹരണത്തിന് 25.6 ആയിരുന്നത് 5ാം ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് ഡിവിഷൻ ചെയ്യാൻ അറിയുന്ന കുട്ടികളുടെ പെർസെൻറ്റേജ് പറഞ്ഞാൽ 25.6 ആയിരുന്നു. ഇപ്പം അതെന്തായെന്ന് വെച്ചാൽ 12.4 ആയി. അപ്പോൾ എത്ര ഡിപ്പ് ഉണ്ട് നോക്കുക. അതേപോലെ തന്നെ 8ാം ക്ലാസ്സിലെ ഡിവിഷൻ്റെ ഡിപ്പ് എന്ന് പറയുന്നത് 59.4 ഉള്ളത് ഇപ്പം 38.5 ആണ്. അപ്പം അങ്ങനെ കണക്കിൽ നമ്മൾ എപ്പോഴും പുറകോട്ടുന്ന പോലെ മാറ്റങ്ങളില്ല. 10 വർഷം, അത് 10 വർഷം പുരോഗതിയാണ് ഉണ്ടാവേണ്ടത്. ഇപ്പം എന്താണ് ഉണ്ടാവുന്നത്, ശരിക്കും നല്ല ഡിപ്പാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. നമ്മൾ കോവിഡിന്റെ ഒരു പീരീഡ് നോക്കുകയാണെങ്കിൽ 2020-21 ആ ഒരു പീരീഡിൽ ഒരു മേ ബി കുറച്ചധികം ഡിപ്പ് ഉണ്ടായിട്ടുണ്ടാവാം. അതൊന്ന് റീകവർ ചെയ്തു എന്നല്ലാതെ, പക്ഷെ അത് കുറച്ച് റീകവർ ആയിട്ടുണ്ടെങ്കിൽ കൂടെ 2010 മുതൽ 24 വരെ കവർ ചെയ്യുന്ന സമയത്ത് 10 വർഷത്തിന്റെ ഒരു ഗ്യാപ്പില്, പക്ഷെ അതിൽ പറയാനുള്ളത് വെച്ചാൽ കൊറോണ സമയത്തുള്ളതിൽ നിന്ന് കുറയാണ് ചെയ്തത്. ഇപ്പോൾ 2022 കൊറോണയ്ക്ക് ശേഷമാണല്ലോ, അപ്പോൾ അത് 44.4 ആണ്. പക്ഷെ 2024 38.5 ആണ്. വീണ്ടും കുറയാണ്. അതായിട്ട് റീകവറി ഉണ്ടെങ്കിലും പോലും മൊത്തത്തിൽ ഇന്ത്യ നോക്കുമ്പോൾ, ഇന്ത്യ അടിസ്ഥാനം നോക്കുമ്പോൾ റീകവറി ഉണ്ട്. പക്ഷെ കേരളത്തിൽ എന്താണ് കണക്കിൽ നമ്മൾ. പക്ഷെ ഇത് നമുക്ക് അരിത്മെറ്റിക്കിന്റെ കാര്യത്തിൽ മാത്രമല്ല. ഇപ്പം നമ്മൾ റീഡിംഗ് ലിറ്ററസി എടുത്തു കഴിഞ്ഞാൽ 2024 ഡാറ്റ നമ്മൾ 2014 ഡാറ്റ വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. ആ സമയത്ത് നമുക്ക് കാര്യമായ ഒരു ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ ഈ ഒരു 10 ഇയർ ഡിഫറൻസ് എന്ന് പറയുന്നത്, അതായത് 2024-ഉം 14-ഉം തമ്മിലുള്ള ഈ ഒരു 10 ഇയർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡിജിറ്റൽ ലിറ്ററസിയുടെ കാര്യത്തിൽ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയൊരു കാലമാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും. ഒരു 2 വയസ്സുള്ള ഒരു കുട്ടിയുടെ കയ്യിൽ ഒരു ഡിവൈസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡിവൈസ് എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ആ കുട്ടിക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കും. ആ ഒരു അത്രത്തോളം നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു കാലമാണിത്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് ഒരു കുട്ടിക്ക് വായിക്കാൻ കഴിയുന്നില്ല? ആ ഹിന്ദു ഇതിലിപ്പോ നമ്മുടെ എയ്സർ റിപ്പോർട്ട് പ്രകാരം നമുക്ക് കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ള സർവേയില് 3ാം ക്ലാസ്സിന്റെ ലെവലിലുള്ള ഒരു ടെക്സ്റ്റ് ആണ് 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വായിക്കാൻ വേണ്ടി കൊടുത്തത്. 5ാം ക്ലാസ്സിലെയും 8ാം ക്ലാസ്സിലെയും കുട്ടികൾക്ക് വായിക്കാൻ വേണ്ടി കൊടുത്തു. ടെക്സ്റ്റ് ഇങ്ങനെയാണ്: കണ്ണൻ മാനത്തേക്ക് നോക്കി, മാനത്തെ അതാ മഴവില്ല്, എന്ത് രസമാ മഴവില്ല് കാണാൻ. ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആണ് ആക്ച്വലി കൊടുത്തത്. പക്ഷെ അതുപോലും നോട്ട് ഈവൻ എ ലെറ്റർ, 8ാം ക്ലാസ്സിലെ കുട്ടിക്ക് ഒരു ലെറ്റർ കണ്ട് അത് ഐഡന്റിഫൈ ചെയ്യാൻ പോലും കഴിയാത്ത 0.4% കുട്ടികൾ ഉണ്ട് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ആക്ച്വലി നമ്മുടെ റിപ്പോർട്ടിൽ ഡിജിറ്റൽ ലിറ്ററസി പറഞ്ഞത്. ആ റിപ്പോർട്ട് പ്രകാരം തന്നെ 80%-ലധികം ടീനേജ് കുട്ടികൾക്ക് എന്തുണ്ട്, ഡിജിറ്റൽ ലിറ്ററസി ഉണ്ട്. അതായത് ഫോൺ ഉപയോഗിക്കാൻ സ്മാർട്ട് ഫോൺ കയ്യിലുള്ളവരാണ്. അതിൽ പറയാണ്, അതിൽ 90% കുട്ടികളും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി അല്ല ഉപയോഗിക്കുന്നത്. നേരെ മറിച്ച് എന്താണ്, സോഷ്യൽ മീഡിയ ഉപയോഗമാണ്. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ ആശിക്ക സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ ഈ ഡിവൈസ് നൽകുന്നതിൻ്റെ ഒരു പ്രശ്നം കൂടി റിപ്പോർട്ട് ശരിക്കും ചൂണ്ടിക്കാണി. എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുന്നില്ലെങ്കിൽ പോലും അതായത് ഇംപ്ലിസിറ്റ് ആയിട്ട് അതിൽ കിടക്കുന്നുണ്ടോ. നമ്മളെയൊക്കെ ചെറുപ്പത്തിൽ അപ്പോൾ നമുക്കൊക്കെ അറിയുന്നുണ്ടാവും, ഭക്ഷണം കഴിക്കുമ്പോൾ പോലും മുന്നിൽ ബുക്കുകൾ തുറന്നു വെച്ച്, പുസ്തകങ്ങൾ തുറന്നു വെച്ച് വായിച്ചിരുന്ന ആളുകളാണ് നമ്മളെന്നൊക്കെ പറയാറുണ്ട്. അതെ. പക്ഷെ ഇപ്പൊ നമ്മൾ എന്താ കാണുന്നത്, ഒരു വീഡിയോ ഓൺ ആക്കി വെക്കുന്നു, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് പ്ലേ ചെയ്യുന്നു, എന്നിട്ടാണ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലും. അപ്പോൾ ആളുകളുടെ ആ ഒരു വേ ഓഫ് തിങ്കിങ് മാറുന്നുണ്ട്. കുറച്ചുകൂടെ നമ്മൾ ഡിജിറ്റലൈസ്ഡ് ആവുമ്പം നമ്മുടെ ഒരു ലിറ്ററസി അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഡിജിറ്റലി കുട്ടികൾ കുറച്ചുകൂടെ ഡിസ്ട്രാക്ട് ആയി പോകുന്ന കാരണം കൂടിയാണ്. അരിത്തമെറ്റിക് സ്കില്ല് കുട്ടികൾ കുറഞ്ഞു വരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഫാക്ടർ ഒരു പക്ഷേ ഇതായിരിക്കാം. ഡിജിറ്റലി കുട്ടികൾ കുറച്ചുകൂടെ ഫോക്കസ് ആയി പോകുമ്പോൾ കുട്ടികളുടെ കോൺസെൻട്രേഷനും അതുപോലെ തന്നെ അവർക്ക് അതിൽ അരിത്തമെറ്റിക്കൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കഴിവ്. ഇതിൽ എക്കണോമിക് സർവേ റിപ്പോർട്ട് വന്നിരുന്നു ഇന്നലെ. അപ്പോൾ എക്കണോമിക് സർവേ പ്രകാരം
ആളുകൾക്ക് മെൻ്റൽ ഹെൽത്തിന് കാര്യമായിട്ടുള്ള ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതിനൊരു കാരണമായിട്ട് എക്കണോമിക് സർവേ ചൂണ്ടിക്കാട്ടുന്ന വെച്ചാൽ സോഷ്യൽ മീഡിയയുടെ അധികമായിട്ടുള്ള ഉപയോഗമാണ്. അപ്പം അത് എല്ലാ പ്രായക്കാരും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ മെൻ്റൽ എബിലിറ്റിനെ ബാധിച്ചാൽ പിന്നെ മാത്സിനെ അത് സ്വാഭാവികമായിട്ടും ബാധിക്കുന്ന കാര്യത്തിൽ വലിയ സംശയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ വേറൊരു കാര്യം ചോദിക്കേണ്ടത്, ഇപ്പോൾ ഇപ്പോൾ നമ്മൾ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു, ഇപ്പം ഡെവലപ്മെൻറ്റും ഉണ്ട് കേരളത്തിൽ. ഇപ്പം ഇൻഫ്രാസ്ട്രക്ചർപരമായിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിൽ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ ഓരോ കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ട്. മിഡ് ഡേ മീൽ പ്രോഗ്രാം ആയാലും ഡ്രിങ്കിങ് വാട്ടറിന്റെ കേസിൽ ടോയ്ലറ്റ്, ഗേൾസ് ടോയ്ലറ്റ്, ലൈബ്രറി, ഇലക്ട്രിസിറ്റി, കമ്പ്യൂട്ടർ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തിട്ട് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ഗവൺമെന്റ് മാത്രമല്ല പ്രൈവറ്റ് സ്കൂളുകളിൽ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന സെക്ഷനിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതിലൊക്കെ കുറെ അധികം റിസോഴ്സുകൾ അവൈലബിൾ ആണ്. പക്ഷെ അത് അത്രമാത്രം കുട്ടികൾക്ക് അത് യൂസ്ഫുൾ ആക്കുന്ന, യൂട്ടിലൈസ് ചെയ്യുന്നതിന്റെ പെർസെന്റേജ് ലൈബ്രറി നോക്കിയാൽ നമ്മുടെ നാട്ടിലെ സ്കൂളിലെ ലൈബ്രറിയും അതുപോലെ തന്നെ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, വാഷ്റൂം, ഗേൾസിന്റെ വാഷ്റൂം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തുണ്ട്, ഒരു ഡെവലപ്മെന്റ് ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടോ അതൊരു വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലേക്ക്, റീഡിങ്, അരിത്മെറ്റിക് കാര്യത്തൊക്കെ വരുമ്പോൾ ബാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ശരിക്കും സർക്കാർ കൃത്യമായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ അത് പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്, AI അല്ലേ? തീർച്ചയായും ആ ഒരു കാലഘട്ടമാണ്. അതൊക്കെ നമ്മളെ ശരിക്കും അരിത്മെറ്റിക് ബേസ്ഡ് ആണ്. പക്ഷെ അതിൽ പോലെ ഇപ്പോൾ നമ്മളിപ്പോൾ എന്താണ് കണക്കിൽ പിറകോട്ടാന്ന് പറയുന്നത്. കമ്പയറേറ്റീവ് നമ്മളെ വേറെ സ്റ്റേറ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ സൗത്ത് സ്റ്റേറ്റിൽ തന്നെ എന്താണ് നമ്മളാണ് ഏറ്റവും ബാക്കിൽ. കേരള, കർണാടക, തമിഴ്നാട് ആ ഒരു ബെൽറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിലുള്ള കുട്ടികളാണ് ഏകദേശം അരിത്മെറ്റിക് സ്കില്ലിൽ വീണ്ടും വീണ്ടും പിറകിലായിട്ട് പോകുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ അംഗൻവാടി സിസ്റ്റം ഒക്കെ പോലെയുള്ള പ്രീ പ്രൈമറി എഡ്യൂക്കേഷനൊക്കെ നമ്മൾ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ബട്ട് നമുക്കിതിനെ വേറൊരു രീതിയിൽ കമ്പയർ ചെയ്യാൻ പറ്റും. ഇപ്പം ഫിന്നിഷ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അവർ ആക്ച്വൽ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു 1 year പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. ഈ 1 year പ്രീ പ്രൈമറി എഡ്യൂക്കേഷനിൽ അവർ കൃത്യമായിട്ട് ആൽഫബറ്റ്സ് അതുപോലുള്ള ബേസിക് കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. സെയിം സിസ്റ്റമാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അതെ അതെ, നമ്മുടെ അംഗൻവാടി സിസ്റ്റം അതേ രൂപത്തിലാണ് വരുന്നത്. പക്ഷെ നമുക്ക് അത്രത്തോളം എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അതിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എവിടെയാണ് നമ്മളും അവരും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എവിടെയാണ് ആ ഡിഫറൻസ് വരുന്നത്, എന്തിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ആയിരിക്കും നമ്മൾ പലപ്പോഴും ഈ കോമ്പറ്റീറ്റീവ് എക്സാംസിനൊക്കെ നമ്മൾ പിറകോട്ടാണ്. നമ്മൾ സിലബസ് എടുത്ത് നോക്കുന്നത് CBSEന്റെ പഠിക്കുന്ന കുട്ടികളും കേരള കുട്ടികളും ഒക്കെ എന്താണ് ആ കേരളത്തിലാണ് എന്താണ് അത് പുറകോട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം ഒക്കെ ഈ ഒരു സാധനം, ഈ റിപ്പോർട്ട് ശരിക്കും അതിലേക്കൊക്കെ ഒരു വെളിച്ചം വീശുന്നുണ്ട്. അതെ, നമ്മൾ ഈ ബേസ് ക്ലിയർ ആക്കാതെ പോകുന്നതാണ് ഇതിലൊരു പ്രധാന പ്രശ്നമായിട്ട് വരുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യേണ്ടത് ബേസ് എങ്ങനെ നമുക്ക് ക്ലിയർ ആയിട്ട് കൊണ്ടുപോകാം, കോൺസെപ്റ്റുകൾ എങ്ങനെ ഫസ്റ്റ് മുതൽ നമുക്ക് ക്ലിയർ ആക്കിയിട്ട് ഒരു ആ കുട്ടിയുടെ ഗ്രോത്തിൽ നമുക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളതിൽ ചിന്തിക്കേണ്ടത് എന്നുള്ളതാണ്. ഇപ്പോൾ ചെറിയ പ്രായം മുതൽ, ചെറിയ ക്ലാസ് മുതൽ, ഇപ്പോൾ മാത്സിലാണെങ്കിലും മറ്റേത് സബ്ജക്റ്റിലാണെങ്കിലും ഫണ്ടമെന്റൽ കൺസെപ്റ്റ് കുട്ടിക്ക് ഡെലിവർ ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു ഫോളോ അപ്പ് എന്നുള്ളതാണ് അടുത്ത ക്ലാസ്സുകളിലേക്കും അതിൻ്റെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കരിക്കുലം സെറ്റ് ചെയ്യുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഇല്ല. പക്ഷെ അതിൽ റിസൾട്ട് നമുക്ക് വേണ്ട രൂപത്തിൽ ഔട്ട്പുട്ട് കൺസെപ്റ്റ് ക്ലിയർ ആവാത്തത് കൊണ്ടായിരിക്കുമല്ലോ. ഉദാഹരണത്തിന് ഒരു 8ാം ക്ലാസ്സിലെത്തിയ കുട്ടിക്ക് ഡിവിഷൻ ചെയ്യാൻ പറ്റും. ഒരു ഡിവിഷൻ ഒന്നെങ്കിലും ചെയ്ത് പഠിച്ച് മാക്സിമം പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ സ്കൂൾ തലത്തിൽ കൊടുക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും പറഞ്ഞ പോലെ തന്നെ സിലബസ് പെട്ടെന്ന് കവർ ചെയ്യാം. എക്സാം ആകുമ്പോഴേക്ക് സിലബസ് കവർ ചെയ്ത് എക്സാമിനേക്കുള്ള ഒരുക്കങ്ങൾ വരണം, റിവിഷൻ ചെയ്യണം. പക്ഷെ അതിലൊന്നും കൂടുതൽ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാനോ കൂടുതൽ അഡ്വാൻസ് ലെവലിലേക്ക്, ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഇപ്പോൾ 60 കുട്ടികളുണ്ടെങ്കിൽ നല്ല പഠിക്കുന്ന കുട്ടി ഉണ്ടാവും, അത്യാവശ്യം ഉഴപ്പനായിട്ടുള്ള കുട്ടി ഉണ്ടാവും. രണ്ടുപേരെയും ടാലി ആക്കുന്ന രൂപത്തിലായിരിക്കും ടീച്ചർ ക്ലാസ് എടുക്കാം. അപ്പോൾ അഡ്വാൻസ് പഠിക്കുന്ന കുട്ടിക്ക് അഡ്വാൻസ് ലെവൽ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാനുള്ള ചാൻസ് കിട്ടുന്നില്ല സ്വാഭാവികമായിട്ടും. അതുപോലെ തന്നെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരം ഒന്നും നമ്മുടെ ഒരു ബോർഡ് എക്സാം ഫുൾ A+ വാങ്ങുക, അല്ലെങ്കിൽ ഫൈനൽ പരീക്ഷ. പക്ഷേ നമുക്ക് കുറ്റം പറയാം, സർക്കാർ ഒരുപാട് കാര്യങ്ങൾ എന്താക്കുന്നുണ്ട്, ഇപ്പോൾ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ 8ാം ക്ലാസ്സിൽ തന്നെ ഓൾ പാസ് സിസ്റ്റം ഒക്കെ നിർത്തി. അപ്പോൾ അതൊക്കെ നല്ലൊരു കാര്യമായിട്ട് തന്നെ പറയാം. പക്ഷെ അതിലൊരു ഇംപ്ലിമെന്റേഷൻ ലെവല് നമ്മൾ കാര്യമായിട്ട് നമ്മൾ കുറേ അധികം പദ്ധതികൾ ഗവൺമെന്റ് ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിന്റെ എക്സിക്യൂഷൻ പാർട്ട് എത്രമാത്രം അത് സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യും എന്നുള്ള കാര്യം കൂടെ ഗവൺമെന്റ് ഉറപ്പുവരുത്തണം എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ നമ്മൾ എക്സാം ആണെങ്കിൽ ചെയ്തു വരുന്നത് ആക്ച്വലി ഈ ഒരു മെത്തഡോളജി തന്നെയാണ്. അപ്പൊ നമ്മളെ ചെറിയ ക്ലാസ്സിൽ മുതൽ തന്നെ കുട്ടികൾക്ക് ബേർഡൻ ആവാത്ത രൂപത്തിൽ അവർ സ്കൂളിൽ പഠിക്കുന്ന കരിക്കുലം തന്നെ അവർ കുറച്ചുകൂടി അഡ്വാൻസ് ലെവലിൽ കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ബേസിക് മാത്സ് എന്ന് പറയുന്ന പ്രോഗ്രാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ 6ാം ക്ലാസ് മുതൽ കുട്ടികൾക്ക് 8ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്കൊക്കെ ബേസിക് ഫണ്ടമെന്റൽ കൺസെപ്റ്റുകൾ കുട്ടികൾ ക്ലിയർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, പഠിക്കാം. അതിൽ ആ ഒരു ഫണ്ടമെന്റൽ ക്ലിയർ ചെയ്തിട്ട് അടുത്ത ലെവലിലേക്ക് പോകുന്നു. നമ്മൾ വേറെ സ്റ്റേറ്റിനെ കുറിച്ച് പറയുമ്പോൾ സിവിൽ സർവീസിൽ എന്താണ്ട് നല്ല ഹൈ റാങ്കിങ് വരുന്നുണ്ട്, JEE നീറ്റ് എക്സാം. അപ്പോൾ അതിന്റെ പിന്നിലൊക്കെ ഉള്ളത് വെച്ചാൽ ഇപ്പം നാളെ ആശിക്ക തോന്നി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതായത് അവർ ചെറുപ്പത്തിൽ എന്താണ് അതിന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യം. അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിലൂടെ നമ്മൾ ശരിക്കും ലക്ഷ്യം വെക്കുന്നത് അങ്ങനത്തെ ഒരു കാര്യമാണല്ലോ. അതെ, ഇത് കുട്ടികൾക്ക് ഒരു ബേർഡൻ ആവുമെന്ന് വെച്ചാൽ ബേർഡൻ അല്ല. പക്ഷെ ഇത്
ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ +2 കഴിഞ്ഞിട്ട് കുട്ടി എന്ത് ചെയ്യും കരിയറിൽ എന്നാണ്. നമ്മളൊരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ നോട്ടീസ് ചെയ്യാറുള്ളത്, നമ്മളൊരു +2 ആ ടൈം വരെ നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് വിടും കുട്ടികളെ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രഷർ കുക്കറിൽ ഇടുന്നത് പോലെയാണ്. പിന്നെ ഒരു പ്രഷർ കൊടുക്കല ഇവർക്ക്, 2 വർഷം എൻട്രൻസ്, ആ ഒരു സമയത്ത് വേറെ ഒന്നും പറ്റില്ല എന്നുള്ള രൂപത്തിൽ. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ടൈം എത്തുമ്പോഴാണ് നമ്മൾ കുട്ടികൾക്ക് പ്രഷർ കൊടുക്കുന്നത്. നേരെ മറിച്ച് നമുക്ക് നേരത്തെ കുട്ടികളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാവുന്നതേ ഉള്ളൂ. ആദ്യം മുതൽ നമുക്ക് അവരെ അവെയർ ആക്കാവുന്നതേ ഉള്ളൂ. ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇത് നേരത്തെ പറഞ്ഞ പോലെ +2 ബോർഡ് എക്സാം ടാർഗറ്റ് ആകുമ്പോൾ എന്താവില്ല കോമ്പറ്റീറ്റീവ് കുട്ടികളുടെ ലെവലിൽ തന്നെ ഒരുപാട് ഒളിമ്പിയാഡ് എക്സാംസ്, അതുപോലെ തന്നെ ഈ +2 കഴിഞ്ഞാൽ നീറ്റും ചെയ്യും മാത്രമല്ലാത്ത ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് എന്നുള്ളതും പല പേരൻസിനും അറിയില്ല. അപ്പം അതൊക്കെ ശരിക്കും സ്കൂളിൽ ഒരു അവയർനെസ് കൊടുത്താൽ കുട്ടികൾ അതിനൊരു പ്രിപ്പയർ ആവും. നമ്മുടെ അധ്യാപകർക്ക് സത്യം പറഞ്ഞാൽ അതിന് സമയമില്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കാം, റീസൺസ് ആണ്. മിനിമലിസം എന്നുള്ളത് നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ഒരു പോളിസി ആയിട്ട് ഇപ്പോൾ മാറാറുണ്ട്. കാരണം അവരൊരു ഷോർട്ട് ടേം ഗോളിൽ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോവുകയാണ്. 10th ഫുൾ A+, അവർ പഠിപ്പിക്കുന്ന നോട്ട് വെച്ച് 10th ഫുൾ A+ കിട്ടും. അവർ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു ചിന്ത പോകുന്നത് ആ ക്ലാസ്സിൽ ആ കുട്ടിക്ക് ബെസ്റ്റ് മാർക്ക് കിട്ടണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് അതല്ല കുട്ടിക്ക് വേണ്ടത് എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്ക് അവർ വരുന്നില്ല എന്നുള്ളതാണ്. റീഡിങ്സിന്റെ കാര്യമാണെങ്കിൽ അത് പറയാം, ടെക്സ്റ്റ് ബുക്ക് കുട്ടികൾ വായിക്കേണ്ടതില്ല. ടീച്ചർ കൊടുക്കുന്ന നോട്ട് എന്താണോ അത് മാത്രം കുട്ടി പഠിച്ചു പോയാൽ മതി. പഠിച്ചു പോയ സ്വാഭാവികം ബോർഡ് എക്സാമിന് മാർക്ക് കിട്ടുന്നുണ്ടാവും. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് എപ്പോഴും കാണാവുന്നതുമാണ്. അപ്പൊ എന്തായാലും ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ നിർബന്ധമായിട്ടും രക്ഷിതാക്കൾക്ക് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ മക്കളുടെ ഭാവി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാടധികം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അധികാരികൾ, ഗവൺമെന്റ് ഈ ഒരു കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടില്ല എങ്കിൽ ഒരു പക്ഷേ ചെറിയൊരു ആഡ് നമ്മൾ കുട്ടികളെ കുറ്റം പറയല്ലോ. അതെ, കുട്ടികളല്ല ഇതിനെ ശരി, അവർക്ക് കൊടുക്കുന്ന സിസ്റ്റം അനുസരിച്ചാണ് അവർ വളരുക. അതെ, ഒരു കാര്യങ്ങൾ നമ്മൾ പറയേണ്ടതുണ്ട്. എന്തായാലും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.